നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സമസ്യയാകുന്ന സ്വാശ്രയം. വഴിമുട്ടിയ സ്വാശ്രയ പ്രവേശനത്തിൽ സർക്കാരുമായി മാനേജ്മെന്റുകൾ വീണ്ടും ചർച്ചയ്ക്ക്. ആരോഗ്യമന്ത്രിയുമായി ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇന്നത്തെ സമവായ ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി. നിശ്ചിത ഭാഗം സർക്കാർ സീറ്റിൽ ഉയർന്ന ഫീസ് എന്ന നിലപാടിൽ ഉറച്ച് മാനേജ്മെന്റുകൾ. സർക്കാരിന് 20% സീറ്റ് മാത്രമെന്ന നിബന്ധന മുന്നോട്ട് വെച്ച അസോസിയേഷൻ മാനേജ്മെന്റ് ക്വാട്ടയിൽ നിർദ്ദേശിക്കുന്നത് 12.5 ലക്ഷം വരെ ഫീസ്. 15% NRI സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് 20 ലക്ഷം വരെ ഈടാക്കാനും അനുമതി ആവശ്യം. അതേസമയം ഇന്നലെ ഡെന്റൽ കോളേജ് മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയും പാതിവഴിയിൽ. ഒത്തുതീർപ്പ് ശ്രമം പാളിയത് 50% മെറിറ്റ് വിഭാഗത്തിലെ 30%-ൽ 3.30 ലക്ഷം ഫീസ് വേണമെന്ന ആവശ്യത്തിൽ. സർക്കാരും മാനേജ്മെന്റുകളും ഉറച്ച നിലപാട് തുടരവെ സ്വാശ്രയ പ്രവേശനം തൃശങ്കുവിൽ. വീഴ്ചയിൽ തെളിവെടുപ്പ്. കറുകുറ്റി ട്രെയിൻ അപകടത്തിൽ തെളിവെടുപ്പിന് മുന്നോടിയായി റെയിൽവേയുടെ ഉന്നതതല യോഗം ഇന്ന് കൊച്ചിയിൽ. സംഭവത്തിൽ എറണാകുളം ഏരിയ മാനേജറുടെ ഓഫീസിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന. സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കും. ട്രെയിൻ അപകടത്തിനിടയാക്കിയത് അറ്റകുറ്റപ്പണിയിലെ വീഴ്ചയെന്ന പ്രാഥമിക നിഗമനം. ട്രാക്കുകൾ പുനഃസ്ഥാപിക്കാൻ 3 ആഴ്ച മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നതായി റെയിൽവേ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ. അപകടത്തിനിടയാക്കിയത് പാളങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിലെ ഉദ്യോഗസ്ഥ വീഴ്ചയെന്നും കുറ്റപ്പെടുത്തൽ. അതേസമയം കറുകുറ്റി അപകടത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിനും ഷൊർണൂരിനും ഇടയ്ക്ക് 202 ഇടങ്ങളിൽ വിള്ളലുണ്ടെന്ന് റിപ്പോർട്ട്. പ്രദേശത്ത് പരമാവധി 30 കിലോമീറ്റർ വേഗതയെ പാടുള്ളൂ എന്ന് നിർദ്ദേശം. ഇന്നലെ വൈകിട്ടോടെ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായെങ്കിലും മിക്ക ട്രെയിനുകളിലും ഓടുന്നത് സമയം തെറ്റി. ശാന്തി തേടുന്ന ദൂത്. കശ്മീർ സമാധാന ദൌത്യവുമായി ഞായറാഴ്ച സർവകക്ഷി സംഘം താഴ്വര സന്ദർശിക്കാനിരിക്കെ വിവാദമായ പെല്ലറ്റ് പ്രയോഗം പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെന്ന് വിദഗ്ധ സമിതി. അതേസമയം പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മാരകമായ പെല്ലറ്റ് പ്രയോഗം നിയന്ത്രിക്കുന്ന കാര്യം പരിഗണിക്കും. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കുന്ന സംഘത്തിൽ അംഗങ്ങൾ ആരൊക്കെയെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പേരുകൾ നൽകാൻ വിവിധ ദേശീയ കക്ഷികളോട് കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും പട്ടിക പൂർണ്ണമായില്ലെന്ന് റിപ്പോർട്ട്. കശ്മീരിൽ എത്തുന്ന സംഘം ഏതെല്ലാം കക്ഷികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന കാര്യത്തിൽ അവ്യക്തത. വിഘടനവാദികളുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തില്ല. എന്നാൽ മറ്റു സംഘങ്ങൾക്ക് വേണമെങ്കിൽ ആരുമായും ചർച്ച നടത്താമെന്നും ആഭ്യന്തരമന്ത്രി. തുടരുന്ന ചോരക്കളി. യമൻ നഗരമായ ഏദനിൽ സൈനിക പരിശീലന കേന്ദ്രത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 70 കടന്നു. 80ഓളം സൈനിക പരിശീലനാർത്ഥികൾക്ക് പരിക്ക്. മരണസംഖ്യ ഉയരുമെന്ന് ആശുപത്രി അധികൃതർ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. പരിശീലന കേന്ദ്രത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നവർക്കിടയിലേക്ക് ചാവേറുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണമുണ്ടായത് തെക്കൻ പ്രവിശ്യകളിലെ വിമത നീക്കം നേരിടാൻ 5000 യുവാക്കളെ സൈന്യത്തിൽ ചേർക്കുമെന്ന യമൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2910 രൂപ, പവൻ 23,280 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.